മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. പ്രകാശ് രാജ്. ആശയം: മാതൃഭാഷ എന്നത് കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, അത് ഒരു വ്യക്തിയുടെ വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ അടിത്തറയാണ്. ഒരു കുട്ടി മുട്ടുകാലിൽ നടക്കാൻ പഠിക്കുന്നത് പോലെ സ്വാഭാവികമായും സരളമായും പഠിച്ചെടുക്കേണ്ട ഒന്നാണ് മാതൃഭാഷ. ഒരു ഭാഷ പഠിക്കുക എന്നാൽ ആ ജനതയുടെ സംസ്കാരത്തെയും വിചാരധാരയെയും അറിയുക എന്നാണ് അർത്ഥം. ഭാഷ കേവലം പദബന്ധമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ആവിഷ്കാര രൂപമാണ്. സ്വന്തം മാതൃഭാഷ നന്നായി അറിയുന്ന ഒരാൾക്ക് ലോകത്തിലെ മറ്റേത് ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് അറിയില്ല എന്നത് വലിയൊരു കുറവായി കാണുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ നിലപാടിനെ ലേഖകൻ വിമർശിക്കുന്നു. മാതൃഭാഷയിൽ സംസാരിക്കുന്നത് അന്തസ്സും അഭിമാനവുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിഗ്രഹിക്കുക: മാതൃഭാഷ മാതാവിൻ്റെ ഭാഷ, ജീവനദി ജീവനാകുന്ന നദി, അന്യഭാഷ അന്യമായ ഭാഷ, വഴിയോരം വഴിയുടെ ഓരം, സംസ്കാരശൂന്യത സംസ്കാരത്തിൻ്റെ ശൂന്യത, ജീവവായു ജീവനാകുന്ന വായു, കൂട്ടുകുടുംബം കൂട്ടായ കുടുംബം, പദബന്ധം പദങ്ങളുടെ ബന്ധം, വിദ്യാസമ്പന്നർ വിദ്യ കൊണ്ട് സമ്പന്നരായവർ, നഗര കേന്ദ്രീകൃത വിദ്യാലയം നഗരത്തെ കേന്ദ്രീകരിച്ച വിദ്യാലയം. അടുത്തത് ലഘുവാക്യങ്ങളാക്കുക. വാക്യം 1: അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു, ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. ഉത്തരം: ഞാൻ അടുത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു, എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു, എനിക്ക് അവാച്യമായ ഒരു വേദന തോന്നി. വാക്യം 2: അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരും ആയിരുന്നു. ഉത്തരം: അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരായിരുന്നു, അവർ വലിയ ശമ്പളം വാങ്ങുന്നവരായിരുന്നു. വാക്യം 3: ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. ഉത്തരം: ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിച്ചു, അതിനായി അവർ ഒരു ആയുധം ഉപയോഗിച്ചു. 3: ആ ആയുധം അവരുടെ ഭാഷയായിരുന്നു. ഇനി ഒറ്റവാക്യമാക്കുക. 1: മകൾ ചെന്നു കടയിൽ ഉണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്നു, പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഉത്തരം: മകൾ ചെന്ന് കടയിൽ ഉണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ ആവശ്യപ്പെട്ടു. 2: ഞാൻ അടുത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു, എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു, എനിക്ക് അവാച്യമായ ഒരു വേദന തോന്നി. ഉത്തരം: അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു, ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. ഇനി 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഈ പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം: പ്രകാശ് രാജ് എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന കൃതിയിൽ നിന്ന്. ചോദ്യം 2: നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഉത്തരം: സുധാകരൻ രാമന്തളി. ചോദ്യം 3: ലേഖകനായ പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ ഏതാണ്? ഉത്തരം: കന്നഡ. ചോദ്യം 4: ലേഖകൻ്റെ മകളുടെ മാതൃഭാഷ ഏതാണ്? ഉത്തരം: തമിഴ്. ചോദ്യം 5: ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന അവരുടെ ആയുധം എന്തായിരുന്നു? ഉത്തരം: അവരുടെ ഭാഷയായ ഇംഗ്ലീഷ് ആയിരുന്നു. ചോദ്യം 6: ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്, ഈ വരികളുടെ അർത്ഥമെന്ത്? ഉത്തരം: അറിവ് നേടാൻ ഭാഷ ആവശ്യമാണ്. ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ അറിവിൻ്റെയും ആശയങ്ങളുടെയും ആകാശത്ത് നമുക്ക് സ്വതന്ത്രമായി പറക്കാം. ചോദ്യം 7: മാതൃഭാഷയെ ലേഖകൻ എന്തിനോടാണ് ഉപമിക്കുന്നത്? ഉത്തരം: ശ്വസിക്കുന്ന വായുവിനോടും ഉണ്ണുന്ന ചോറിനോടും ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തോടും. ചോദ്യം 8: ഭാവിയെക്കുറിച്ചുള്ള ഏത് ഭയമാണ് മാതൃഭാഷയെ ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്? ഉത്തരം: അന്യഭാഷകൾ പഠിച്ചാൽ മാത്രമേ ഭാവിയിൽ പ്രയോജനമുണ്ടാവൂ എന്ന ഭയം. മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കുന്നതിലൂടെ അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1: പച്ചക്കറി വാങ്ങാൻ പോയ സന്ദർഭത്തിൽ മകളുടെ പ്രവൃത്തി ലേഖകനിൽ വേദനയുണ്ടാക്കാൻ കാരണമെന്ത്? ഉത്തരം: മഹാബലിപുരത്തെ വഴിയോരക്കടയിൽ 5 വയസ്സുകാരിയായ മകൾ പച്ചക്കറികൾ ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ കടയിലെ വൃദ്ധയ്ക്ക് അത് മനസ്സിലായില്ല. അവസാനം ഓരോ പച്ചക്കറിയും തൊട്ടു കാണിച്ചാണ് അവൾ വാങ്ങിയത്. മകൾക്ക് മാതൃഭാഷ അറിയില്ല എന്ന തിരിച്ചറിവ് ലേഖകന് അവാച്യമായ വേദന നൽകി. സ്വന്തം സംസ്കാരത്തിൽ നിന്നും ഭാഷയിൽ നിന്നും മകൾ അകന്നു പോകുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്യഭാഷകൾ പഠിച്ചാൽ മാത്രമേ ഭാവിയിൽ പ്രയോജനമുണ്ടാകൂ എന്ന ചിന്ത പുതിയ തലമുറയെ മാതൃഭാഷയിൽ നിന്ന് അകറ്റുന്നതിനുള്ള ആശങ്കയും ലേഖകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. ചോദ്യം 2: മാതൃഭാഷയായ കന്നഡയുമായുള്ള തൻ്റെ ബന്ധത്തെ ലേഖകൻ എങ്ങനെയെല്ലാമാണ് വിശദീകരിക്കുന്നത്? ഉത്തരം: ലേഖകന് തൻ്റെ മാതൃഭാഷയായ കന്നഡ മുട്ടുകാലിൽ നടക്കാൻ പഠിക്കുന്നത് പോലെ സ്വാഭാവികമായും സരളവുമായ ഒന്നായിരുന്നു. ശ്വസിക്കുന്ന വായുവിനോടും ഉണ്ണുന്ന ചോറിനോടും ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തത്തോടുമാണ് അദ്ദേഹം മാതൃഭാഷയെ ഉപമിക്കുന്നത്. തൻ്റെ മാതൃഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാരുടെ കൃതികൾ തന്നെ ഒരു ശില്പം
എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് മാത്രമാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ തനിക്ക് കഴിഞ്ഞതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ചോദ്യം 3. ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്? ഈ വരികളുടെ ആശയം വിശദമാക്കുക. ഉത്തരം: അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നതെന്നും അറിവ് നേടാൻ ഭാഷ അത്യാവശ്യമാണെന്നുമാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ഭാഷയുടെ വിപുലമായ സാധ്യതകളെയും സ്വാതന്ത്ര്യത്തെയുമാണ് ചിറക് എന്ന പ്രയോഗത്തിലൂടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ശക്തമായ ചിറകുകളുള്ള പക്ഷികൾക്ക് ആകാശത്ത് എവിടെയും സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്നതുപോലെ ഭാഷാപരമായ പ്രാവീണ്യമുണ്ടെങ്കിൽ അറിവിൻ്റെയും ആശയങ്ങളുടെയും ലോകത്ത് നമുക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാം. ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, അത് വ്യക്തിയുടെ വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ അടിത്തറയാണ്. ചോദ്യം 4. മാതൃഭാഷ ഉപേക്ഷിക്കുന്നത് പെറ്റമ്മയെ മാറ്റുന്നതിന് തുല്യമാണെന്ന് ലേഖകൻ പറയാൻ കാരണമെന്ത്? ഉത്തരം: ജീവിതത്തിൽ ജാതി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ അവ വേണമെങ്കിൽ മാറ്റാൻ സാധിക്കുമെന്നും ലേഖകൻ പറയുന്നു. എന്നാൽ മാതൃഭാഷ ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഉള്ളിൽ വറ്റാതെ ഒഴുകേണ്ട ജീവനദിയാണ് മാതൃഭാഷ. അത് ഉപേക്ഷിക്കുന്നത് സ്വന്തം പെറ്റമ്മയെ മാറ്റുന്നത് പോലെ അസാധ്യവും സംസ്കാരശൂന്യതയുമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാതൃഭാഷ നമ്മിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകുമെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി സവിശേഷ പ്രയോഗങ്ങളും അവയുടെ വിശകലനവുമാണ്. 1. ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്? അറിവ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നു എന്നും അറിവ് നേടാൻ ഭാഷ അത്യാവശ്യമാണെന്നും ഈ പ്രയോഗം വ്യക്തമാക്കുന്നു. ഭാഷയുടെ വിപുലമായ സാധ്യതകളെയും സ്വാതന്ത്ര്യത്തെയുമാണ് ചിറക് എന്ന രൂപകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ശക്തമായ ഭാഷാ പ്രാവീണ്യമുണ്ടെങ്കിൽ അറിവിൻ്റെയും ആശയങ്ങളുടെയും ലോകത്ത് നമുക്ക് തടസ്സമില്ലാതെ പറന്നു നടക്കാം. 2. നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിലുള്ള ഉപാധിയല്ല, മറിച്ച് കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ വറ്റാതെ പ്രവഹിക്കുന്ന നദിയാണ് മാതൃഭാഷ എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നു. അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഉള്ളിലെ ജീവനദി വറ്റാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്താൻ കഴിയൂ. 3. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി. ലേഖകൻ തൻ്റെ മാതൃഭാഷയായ കന്നഡ പഠിച്ചത് ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ അത്രമേൽ സരളവും സ്വാഭാവികവുമായാണ്. മാതൃഭാഷ ആരും പഠിപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നൈസർഗികമായി ആർജിച്ചെടുക്കേണ്ടതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. 4. ശ്വസിക്കുന്ന വായു, ഉണ്ണുന്ന ചോറ്, ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തം. മാതൃഭാഷ ഒരു മനുഷ്യന് എത്രത്തോളം അനിവാര്യമാണെന്ന് വ്യക്തമാക്കാനാണ് ലേഖകൻ ഈ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. ശാരീരിക നിലനിൽപ്പിന് വായുവും ആഹാരവും രക്തവും എങ്ങനെയോ അതുപോലെ തന്നെയാണ് സാംസ്കാരിക നിലനിൽപ്പിന് മാതൃഭാഷയും. 5. ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാരുടെ ചിന്തകൾ തന്നെ ഒരു ശില്പം പോലെ വാർത്തെടുത്തിരിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. മാതൃഭാഷയിലെ വായനയും ആശയങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും ബുദ്ധിപരമായ വികാസത്തിലും വലിയ പങ്ക് വഹിക്കുന്നു. 7. മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിലിരുത്തുക. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിലും വീടുകളിലും മാതൃഭാഷയ്ക്ക് അർഹമായ പരിഗണന നൽകാതെ അതിനെ അവഗണിക്കുന്ന അവസ്ഥയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന ഭയത്തിൻ്റെ തത്രപ്പാടിൽ അന്യഭാഷകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഭാഷ മനസ്സിൻ്റെ മൂലയിലേക്ക് തള്ളപ്പെടുകയാണ്. 8. പെറ്റമ്മയെ മാറ്റുന്നത് പോലെ. ജീവിതത്തിൽ ജാതി പോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും, കാരണം അവ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവയാണ്. എന്നാൽ ഒരാൾക്ക് തൻ്റെ മാതൃഭാഷയെ മാറ്റാൻ കഴിയില്ല. മാതൃഭാഷയെ ഉപേക്ഷിക്കുന്നത് സ്വന്തം പെറ്റമ്മയെ മാറ്റുന്നത് പോലെ അസാധ്യവും അസ്വാഭാവികവുമായ ഒന്നാണെന്ന് ലേഖകൻ അടിവരയിടുന്നു. 9. ഭാഷ കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർ. ഭാഷ എന്നാൽ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മാത്രമാണെന്ന് കരുതുന്നവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഷയ്ക്ക് പിന്നിലെ സംസ്കാരവും സൗന്ദര്യവും ദർശനങ്ങളും തിരിച്ചറിയുമ്പോഴാണ് ഭാഷാ പഠനം പൂർണ്ണമാകുന്നത്. 10. റെയിൻ ഗോ എവേ. വിദേശ ഭാഷാഭ്രമം നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ വികലമാക്കുന്നു എന്നതിന് ലേഖകൻ നൽകുന്ന ഉദാഹരണമാണിത്. വെയിൽ കാണാത്ത ഇംഗ്ലണ്ടിലെ കുട്ടികൾക്ക് ഈ വരികൾ അർത്ഥവത്താണ്. എന്നാൽ മഴ കാത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ മക്കൾ മഴയോട് പോയി മറയാൻ പാടുന്നത് സാംസ്കാരികമായ അടിമത്തത്തിൻ്റെ ലക്ഷണമാണ്. പ്രതികരണക്കുറിപ്പ്. മാതൃഭാഷയോടുള്ള അവഗണന ഒരു സംസ്കാര ദുരന്തം.
മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ അടിത്തറയാണ് എന്ന് ഈ സന്ദർഭം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ കാലത്ത് അന്യഭാഷകൾ പഠിക്കുന്നത് ഭാവിയിലെ വലിയ പ്രയോജനം നൽകുമെന്ന ഭയത്താൽ നമ്മൾ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. സ്വന്തം നാടിൻ്റെ ഗന്ധവും സംസ്കാരവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത് എന്നത് തികച്ചും ഖേദകരമാണ്. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഭാഷയെ ഒരു ആയുധമായി ഉപയോഗിച്ചത്. ഇന്ന് ആയുധമില്ലാതെ തന്നെ നമ്മൾ സാംസ്കാരികമായി അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദേശ ഭാഷയിലുള്ള നൈപുണ്യം പ്രകടിപ്പിക്കാൻ സ്വന്തം മാതൃഭാഷ അറിയില്ല എന്ന് പറയുന്നത് കേമത്തമായി കരുതുന്ന യുവാവിൻ്റെ ചിന്താഗതി സംസ്കാരശൂന്യതയുടെ അടയാളമാണ്. മാതൃഭാഷയെ ശ്വസിക്കുന്ന വായുവിനോടും ഉണ്ണുന്ന ചോറിനോടും ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തോടും ലേഖകൻ ഉപമിക്കുന്നു. ശാരീരിക നിലനിൽപ്പിന് ഇവ എങ്ങനെ അനിവാര്യമാണോ അതുപോലെ സാംസ്കാരിക നിലനിൽപ്പിന് മാതൃഭാഷയും അത്യന്താപേക്ഷിതമാണ്. മാതൃഭാഷ ഉപേക്ഷിക്കുന്നത് സ്വന്തം പെറ്റമ്മയെ മാറ്റുന്നത് പോലെ അസ്വാഭാവികവും വേദനയുണ്ടാക്കുന്നതുമായ ഒന്നാണെന്ന് ലേഖകൻ അടിവരയിടുന്നു. അടുത്തത് പ്രഭാഷണമാണ്. മാതൃഭാഷ നമ്മുടെ വേരും അസ്തിത്വവും. മാന്യ സദസ്സിന് വന്ദനം. പ്രശസ്ത ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ പ്രകാശ് രാജ് തൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ലേഖനത്തിലൂടെ പങ്കുവയ്ക്കുന്ന ഗൗരവകരമായ ഒരു ചിന്തയെ മുൻനിർത്തിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് ആധാരമായി ഞാൻ സ്വീകരിക്കുന്ന സന്ദർഭം ലേഖകൻ തൻ്റെ 5 വയസ്സുകാരിയായ മകളുമായി മഹാബലിപുരത്തെ ഒരു പച്ചക്കറിക്കടയിൽ ചെന്ന അനുഭവമാണ്. നമ്മുടെ കുട്ടികൾ അന്യഭാഷകളിൽ നൈപുണ്യം നേടുമ്പോൾ അഭിമാനിക്കുന്ന നമ്മൾ അവർക്ക് സ്വന്തം മണ്ണിലെ പച്ചക്കറികളുടെ പേര് മാതൃഭാഷയിൽ അറിയില്ല എന്ന സത്യം പലപ്പോഴും വിസ്മരിക്കുന്നു. ലേഖകൻ്റെ മകൾ ചില്ലി എന്നും ബ്രിഞ്ചോൾ എന്നും ഇംഗ്ലീഷിൽ ആവശ്യപ്പെടുമ്പോൾ കടയിലെ വൃദ്ധയ്ക്ക് അത് മനസ്സിലാകാതെ പോയതും ഒടുവിൽ പച്ചക്കറികൾ തൊട്ട് കാണിക്കേണ്ടി വന്നതും കേവലം ഒരു ഭാഷാ പ്രശ്നമല്ല, മറിച്ച് വലിയൊരു സാംസ്കാരിക വിടവാണ് സൂചിപ്പിക്കുന്നത്. ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത് എന്ന ആപ്തവാക്യം അർത്ഥമാക്കുന്നത് അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത് എന്നാണ്. എന്നാൽ ഈ ചിറകുകൾ നമ്മുടെ സ്വന്തം മണ്ണിൽ വേരൂന്നിയതാകണം. ലേഖകൻ പറയുന്നത് പോലെ മാതൃഭാഷ എന്നത് ശ്വസിക്കുന്ന വായുവിനെ പോലെയും ഉണ്ണുന്ന ചോറിനെ പോലെയും നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തെപ്പോലെയും അനിവാര്യമാണ്. മാതൃഭാഷ നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ മറ്റ് ഭാഷകൾ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയൂ. ഇന്നത്തെ തലമുറ ഭാഷയെ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമായി കാണുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് വലിയ അന്തസ്സായി കരുതുന്ന യുവത്വം സ്വന്തം നാടിൻ്റെ ഗന്ധവും സംസ്കാരവും തിരിച്ചറിയാൻ കഴിയാത്തവരായി മാറുകയാണ്. ലേഖകൻ സൂചിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലെ യുവാവിനെ പോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് മാതൃഭാഷ അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്നത് സംസ്കാരശൂന്യതയുടെ അടയാളമാണ്. നമ്മുടെ ബന്ധങ്ങൾ അങ്കിളും ആൻറ്റിയും മാത്രമായി ചുരുങ്ങുന്നതും മഴ കാത്തിരിക്കുന്ന നാട്ടിലെ കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുന്നതും നാം അറിഞ്ഞോ അറിയാതെയോ വരിച്ച ഭാഷാപരമായ അടിമത്തത്തിൻ്റെ തെളിവുകളാണ്. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അയാളുടെ തലച്ചോറിലേക്കും അയാളുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അയാളുടെ ഹൃദയത്തിലേക്കും കടന്നു ചെല്ലുന്നു. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ വറ്റാതെ ഒഴുകേണ്ട ജീവനദിയാണ്. ജീവിതത്തിൽ ജാതി മാറ്റാൻ സാധിച്ചേക്കാം, എന്നാൽ മാതൃഭാഷയെ മാറ്റുന്നത് സ്വന്തം പെറ്റമ്മയെ മാറ്റുന്നതിന് തുല്യമാണ്. മാതൃഭാഷ നഷ്ടമായാൽ നമ്മുടെ സാംസ്കാരിക അസ്തിത്വം തന്നെ ഇല്ലാതാകും. ഒരു മരത്തിന് അതിൻ്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവൻ്റെ മാതൃഭാഷ. വേരുകൾ അറ്റുപോയാൽ മരം ഉണങ്ങിപ്പോകുന്നത് പോലെ മാതൃഭാഷയെ അവഗണിച്ചാൽ നമ്മുടെ സംസ്കാരവും തളിർക്കാതെ കരിഞ്ഞു പോകും. അതിനാൽ ഈ ജീവനദി വറ്റാതെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. നന്ദി. റെസിഡന്റ് എഡിറ്റർ VKN. ആശയം: റെസിഡന്റ് എഡിറ്റർ എന്ന കഥ സമകാലിക മാധ്യമലോകത്തെയും അധികാര വ്യവസ്ഥിതിയെയും പരിഹസിക്കുന്ന ഒരു ആക്ഷേപഹാസ്യ രചനയാണ്. മാധ്യമരംഗത്തെ അപജയം. പത്രമാധ്യമ ലോകത്തെ അനാരോഗ്യ പ്രവണതകളെയും അവിടെ നിലനിൽക്കുന്ന സ്വാർത്ഥതയെയും നർമ്മമധുരമായി ഈ കഥ അവതരിപ്പിക്കുന്നു. ജോലിയിൽ കാര്യമായ അധ്വാനം ചെയ്യാതെ തന്നെ ഉയർന്ന സ്ഥാനമാനങ്ങൾ മോഹിക്കുന്ന വെങ്കടേശ്വര അയ്യങ്കാരെ പോലുള്ള മാധ്യമപ്രവർത്തകരെ VKN ഇതിലൂടെ പരിഹസിക്കുന്നു. സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി. 10-12 വർഷം ഒരേ ജോലി ചെയ്തിട്ടും തനിക്ക് പ്രൊമോഷൻ ലഭിക്കാത്തതിലുള്ള അയ്യങ്കാരുടെ കുണ്ഠിതവും തനിക്ക് പുറകെ വന്നവർ ചീഫ് റിപ്പോർട്ടർമാരായി മാറുന്നത് കാണുമ്പോഴുണ്ടാകുന്ന അസൂയയും മനുഷ്യസഹജമായ അധികാരമോഹത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യുൽപ്പന്നമതിത്വവും വൈരുദ്ധ്യവും. വെങ്കടേഷ് അയ്യങ്കാർക്ക് റെസിഡന്റ് എഡിറ്റർ എന്ന വലിയ പദവി ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് മികവ് കൊണ്ടല്ല, മറിച്ച് പത്രസ്വാമിയുടെ വീട്ടിലെ പട്ടിയെ ബുദ്ധിപൂർവ്വം നേരിട്ടതുകൊണ്ടാണ്.
ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത നല്ല ജോലികൾ പരിഗണിക്കാതെ തികച്ചും അപ്രസക്തമായ ഒരു കാര്യത്തിന് വലിയൊരു സ്ഥാനക്കയറ്റം നൽകുന്നതിലെ വൈരുദ്ധ്യമാണ് കഥയുടെ കാതൽ. മാധ്യമ ഉടമകളുടെ താൽപ്പര്യം. ഉടമയുടെ താൽപ്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ് പലപ്പോഴും സ്ഥാനക്കയറ്റങ്ങളും പദവികളും നിശ്ചയിക്കപ്പെടുന്നത് എന്ന കൈപ്പേറിയ സത്യം ഈ കഥ പങ്കുവയ്ക്കുന്നു. സമൂഹത്തിലെ പ്രതിനിധാനങ്ങൾ. കഥയിലെ പത്രസ്വാമിയും അയ്യങ്കാരും അൽസേഷൻ പട്ടിയുമെല്ലാം മാധ്യമരംഗത്തെ സമൂഹത്തിലെയും വിവിധതരം വ്യക്തിത്വങ്ങളുടെ സൂചകങ്ങളാണ്. വരും തലമുറ മാധ്യമ സാക്ഷരത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും ഈ കഥ വിരൽ ചൂണ്ടുന്നു. ചുരുക്കത്തിൽ, അർഹതയുള്ള കാര്യത്തിനല്ല, മറിച്ച് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ കാണിക്കുന്ന കൗശലങ്ങൾക്കാണ് പലപ്പോഴും ലോകം വില കൽപ്പിക്കുന്നത് എന്ന വലിയ സത്യം VKN തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഇനി 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. 1. വെങ്കടേശ്വര അയ്യങ്കാർ ഏത് പത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു? ഉത്തരം: പുണ്യതീർത്ഥ സ്വാമികളുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലെ റിപ്പോർട്ടറായിരുന്നു. 2. അയ്യങ്കാർ ഏത് പ്രഭാഷണ പരമ്പരയെക്കുറിച്ചാണ് പത്രത്തിൽ സ്ഥിരമായി എഴുതിയിരുന്നത്? ഉത്തരം: മാമ്പല്ലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണത്തെക്കുറിച്ച്. 3. പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയ്യങ്കാർ ചെയ്ത പ്രവൃത്തി എന്ത്? ഉത്തരം: തൻ്റെ ഉടുമുണ്ടയച്ച് പട്ടിയുടെ മുഖത്തെറിഞ്ഞു. 4. വെങ്കടേശ്വര അയ്യങ്കാരുടെ ഏത് കഴിവിനെയാണ് പത്രസ്വാമി പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് വിശേഷിപ്പിച്ചത്? പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് തത്സമയം ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ട കഴിവിനെ. 5. വെങ്കടേശ്വര അയ്യങ്കാർക്ക് ഒടുവിൽ ലഭിച്ച ഉയർന്ന പദവി എന്തായിരുന്നു? ഉത്തരം: റെസിഡന്റ് എഡിറ്റർ. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. വെങ്കടേശ്വര അയ്യങ്കാർക്ക് റെസിഡന്റ് എഡിറ്റർ എന്ന ഉയർന്ന പദവി ലഭിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കുക. പത്രത്തിൽ 10-12 വർഷമായി ജോലി ചെയ്തിട്ടും തനിക്ക് പ്രൊമോഷൻ ലഭിക്കാത്തതിൽ അയ്യങ്കാർ കുണ്ഠിതനായിരുന്നു. അടിയന്തരമായി ചീഫ് റിപ്പോർട്ടർ ആകണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കുമെന്നും അറിയിക്കാൻ അദ്ദേഹം പത്രസ്വാമിയുടെ വസതിയിലെത്തി. കോണി കയറാൻ തുടങ്ങുമ്പോൾ ഒരു കൂറ്റൻ അൽസേഷൻ പട്ടി അദ്ദേഹത്തെ ആക്രമിക്കാനാഞ്ഞു. ഒരു നിമിഷം പോലും ശങ്കിക്കാതെ അയ്യങ്കാർ തൻ്റെ ഉടുമുണ്ടയച്ച് പട്ടിയുടെ മുഖത്തെറിയുകയും കൗപീനധാരിയായി പത്രസ്വാമിയുടെ മുന്നിലെത്തുകയും ചെയ്തു. അയ്യങ്കാരുടെ ഈ ബുദ്ധിശക്തിയെ അഭിനന്ദിച്ച പത്രസ്വാമി ചീഫ് റിപ്പോർട്ടർ പദവി അദ്ദേഹത്തിന് വളരെ ചെറുതാണെന്ന് പറഞ്ഞ് റെസിഡന്റ് എഡിറ്ററായി നിയമിക്കുകയായിരുന്നു. 2. മാധ്യമരംഗത്തെ അനാരോഗ്യ പ്രവണതകളെ VKN ഈ കഥയിലൂടെ എങ്ങനെയെല്ലാമാണ് പരിഹസിക്കുന്നത്? ഉത്തരം: മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള സ്വാർത്ഥതയെയും അധികാരമോഹത്തെയും VKN തൻ്റെ സ്വതസിദ്ധമായ ആക്ഷേപഹാസ്യ ശൈലിയിൽ പരിഹസിക്കുന്നു. ജോലിയിൽ കാര്യമായ അധ്വാനം ചെയ്യാതെ തന്നെ ഉയർന്ന സ്ഥാനങ്ങൾ മോഹിക്കുന്ന വെങ്കടേശ്വര അയ്യങ്കാരെ പോലുള്ളവരെ ഇതിലൂടെ അവതരിപ്പിക്കുന്നു. തൻ്റെ റിപ്പോർട്ടിംഗ് മികവിനല്ല, മറിച്ച് മുതലാളിയുടെ പട്ടിയെ നേരിട്ടതിനാണ് അയ്യങ്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് എന്നത് മാധ്യമരംഗത്തെ അർഹതയില്ലാത്ത സ്ഥാനക്കയറ്റങ്ങളെ പരിഹസിക്കുന്നതാണ്. പത്ര ഉടമകളുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന കൈപ്പേറിയ സത്യവും കഥ വെളിപ്പെടുത്തുന്നു. 3. വെങ്കടേശ്വര അയ്യങ്കാരുടെ റിപ്പോർട്ടിംഗ് രീതിയെ VKN എങ്ങനെയെല്ലാമാണ് വിവരിക്കുന്നത്? അയ്യങ്കാർ പത്രസ്ഥാപനത്തിൽ അധികം അധ്വാനമില്ലാത്ത അഥവാ മെയ്യനങ്ങാ വേലകൾ ചെയ്യുന്നതിലാണ് താൽപ്പര്യം കാട്ടിയിരുന്നത്. മജിസ്ട്രേറ്റ് കോടതികളെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യാസമയത്തെ പ്രഭാഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലികൾ. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം നഗരത്തിൽ വന്ന സന്ദർഭത്തെ അയ്യങ്കാർ സമർത്ഥമായി ഉപയോഗിച്ചു. ശാസ്ത്രിജിയുടെ പ്രസംഗങ്ങളെയും പരിപാടികളെയും അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത രീതി പത്രസ്വാമിയെ സന്തോഷിപ്പിക്കുകയും അയ്യങ്കാർക്ക് ഒരു ഇൻക്രിമെൻ്റ് നേടിക്കൊടുക്കുകയും ചെയ്തു. 4. വെങ്കടേശ്വര അയ്യങ്കാരുടെ പ്രത്യുൽപ്പന്ന മതിത്വം പത്രസ്വാമി തിരിച്ചറിഞ്ഞ സന്ദർഭം വിശദമാക്കുക. ചീഫ് റിപ്പോർട്ടർ പദവി ആവശ്യപ്പെട്ട് പത്രസ്വാമിയുടെ വീട്ടിലെത്തിയ അയ്യങ്കാർക്ക് അവിടെയുള്ള അൽസേഷൻ പട്ടിയുടെ ആക്രമണം നേരിടേണ്ടി വരുന്നു. ആയുധമൊന്നുമില്ലാതിരുന്ന അയ്യങ്കാർ ഉടുമുണ്ടയച്ച് പട്ടിയുടെ മുഖത്തെറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. കൗപീനധാരിയായി മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ തൻ്റെ മുന്നിലെത്തിയ അയ്യങ്കാരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പ്രത്യുൽപ്പന്ന മതിത്വം ഉണ്ടെന്ന് പത്രസ്വാമി മനസ്സിലാക്കിയത്. ആപൽഘട്ടങ്ങളിൽ അയ്യങ്കാർ കാണിച്ച ഈ മനസാന്നിധ്യമാണ് അദ്ദേഹത്തെ റെസിഡന്റ് എഡിറ്റർ പദവിക്ക് അർഹനാക്കിയത്. ഈ സവിശേഷമായ ഭാഷാപ്രയോഗങ്ങൾ നോക്കാം. മെയ്യനങ്ങാ വേലകൾ. വെങ്കടേശ്വര അയ്യങ്കാർ പത്രസ്ഥാപനത്തിൽ ചെയ്തിരുന്ന ജോലികളെ വിശേഷിപ്പിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി
ചെറിയ കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, വൈകുന്നേരത്തെ പ്രഭാഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ അധികമൊന്നും അധ്വാനമില്ലാത്ത ജോലികളെയാണ് മെയ്യനങ്ങാ വേലകൾ എന്ന കഥാകൃത്ത് പരിഹസിക്കുന്നത്. അധ്വാനിക്കാൻ താല്പര്യമില്ലാതെ ഉയർന്ന സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം ഇതിലൂടെ വ്യക്തമാകുന്നു. 2. വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ടം എന്നത് 12 വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12 വർഷമായി ഒരേ തരം റിപ്പോർട്ടുകൾ എഴുതിയിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കാത്ത അയ്യങ്കാരുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ പ്രയോഗം സഹായിക്കുന്നു. 3. അരിയിട്ട് വാഴ്ത്തുക. രാജാക്കന്മാരുടെ സ്ഥാനാരോഹണത്തിന് ഉപയോഗിക്കുന്ന ഈ പദപ്രയോഗം അയ്യങ്കാരുടെ ജൂനിയർമാർക്ക് ലഭിച്ച സ്ഥാനക്കയറ്റത്തെ സൂചിപ്പിക്കാൻ പരിഹാസരൂപേണ ഉപയോഗിച്ചിരിക്കുന്നു. തൻ്റെ തലയ്ക്ക് മുകളിലൂടെ മറ്റുള്ളവർ റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി നിയമിക്കപ്പെട്ടതിലെ വൈരുദ്ധ്യം ഇത് വ്യക്തമാക്കുന്നു. 4. പ്രത്യുൽപ്പന്നമതിത്വം, അതായത് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിയുള്ള ആൾ എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. പത്രസ്വാമിയുടെ വീട്ടിലെ അൽസേഷൻ പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയ്യങ്കാർ തൻ്റെ ഉടുമുണ്ടയച്ച് പട്ടിയുടെ മുഖത്തെറിഞ്ഞ മനസാന്നിധ്യത്തെയാണ് പത്രസ്വാമി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ടർ എന്ന നിലയിലുള്ള മികവിനല്ല, മറിച്ച് പട്ടിയെ നേരിട്ടതിലെ കൗശലത്തിനാണ് അയ്യങ്കാർക്ക് വലിയൊരു പദവി ലഭിക്കുന്നത് എന്ന വിരോധാഭാസമാണ് ഇവിടെ തെളിയുന്നത്. ഭാഷാപരമായിട്ടുള്ള മിശ്രണം, അതായത് തമിഴ് മലയാളം പ്രയോഗങ്ങളുടെ മിശ്രണം. പത്രസ്വാമിയുടെ സംഭാഷണങ്ങളിൽ തമിഴ് കലർന്ന മലയാളം കാണാം. ഉനക്ക് എന്നാ വേണം, റൊമ്പ ചിന്ന പോസ്റ്റ്, ഇന്ന നിമിഷം മുതൽ സെത്തു പോകും വരേക്കും തുടങ്ങിയ പ്രയോഗങ്ങൾ കഥാപാത്രത്തിൻ്റെ സവിശേഷതയും കഥയിലെ നർമ്മവും വർദ്ധിപ്പിക്കുന്നു. VKN സ്റ്റൈലിലുള്ള പേരിടൽ. കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും ആക്ഷേപഹാസ്യം നിറഞ്ഞതാണ്. പുണ്യതീർത്ഥ സ്വാമികൾ, മാമ്പല്ലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ, ഭൃത്യനായ വാൾദോറൈ സ്വാമി എന്നീ പേരുകൾ VKNന്റെ സവിശേഷമായ രചനാശൈലിയെ അടയാളപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ അർഹതയില്ലാത്തവർക്ക് അവിചാരിതമായ കാരണങ്ങളാൽ ഉയർന്ന പദവികൾ ലഭിക്കുന്ന അധികാര വ്യവസ്ഥയുടെ പൊള്ളത്തരത്തെയാണ് VKN ഈ പ്രയോഗങ്ങളിലൂടെ വരച്ചു കാട്ടുന്നത്. ഇനി പ്രതികരണക്കുറിപ്പാണ്. മാധ്യമരംഗത്തെ മൂല്യച്യുതിയും റെസിഡന്റ് എഡിറ്റർ എന്ന പരിഹാസവും. അധികാര വ്യവസ്ഥയ്ക്കും മാധ്യമലോകത്തെ പൊള്ളത്തരങ്ങൾക്കുമെതിരെ VKN തൊടുത്തുവിട്ട മൂർച്ചയുള്ള ആയുധമാണ് റെസിഡന്റ് എഡിറ്റർ എന്ന കഥ. വാർത്തകളെക്കാൾ ഉപരി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും കൗശലങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന മുൻഗണനയാണ് ഈ കഥയിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുന്നത്. വിശകലനം. മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന ചില പ്രധാന പ്രവണതകളെ ഈ കഥയിൽ നമുക്ക് ഇപ്രകാരം വിശകലനം ചെയ്യാം. വെങ്കടേശ്വര അയ്യങ്കാർ എന്ന റിപ്പോർട്ടർ 12 വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും അദ്ദേഹത്തിന് അർഹമായ പ്രൊമോഷൻ ലഭിക്കുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സന്ദർശനം പോലുള്ള വലിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടും പത്രസ്വാമി അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെന്റ് നൽകി ഒതുക്കുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള അധ്വാനിക്കാൻ മടിയുള്ള സ്വഭാവത്തെ മെയ്യനങ്ങാ വേലകൾ എന്ന പ്രയോഗത്തിലൂടെ VKN പരിഹസിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുന്നവരെക്കാൾ കൗശലങ്ങൾ കാണിക്കുന്നവർക്കാണ് മാധ്യമരംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കുന്നത് എന്ന കൈപ്പേറിയ സത്യം ഇവിടെ വ്യക്തമാക്കുന്നു. അയ്യങ്കാർക്ക് റെസിഡന്റ് എഡിറ്റർ എന്ന പദവി ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന മികവിനല്ല, മറിച്ച് ഉടമസ്ഥന്റെ വീട്ടിലെ അൽസേഷൻ പട്ടിയെ മുണ്ടുരിഞ്ഞ് എറിഞ്ഞു നേടിയ കൗശലത്തിനാണ്. ഒരു റിപ്പോർട്ടറുടെ യഥാർത്ഥ കഴിവിനേക്കാൾ ഉടമയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും പ്രീതിക്കും സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ തങ്ങളുടെ വ്യക്തിപരമായ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് പദവികൾ നിശ്ചയിക്കുന്നത്. ഇന്ത നിമിഷം മുതൽ ചെത്തുപോകും വരേക്കും നീ നമ്മ പത്രത്തോടെ റെസിഡന്റ് എഡിറ്റർ എന്ന പത്രസ്വാമിയുടെ പ്രഖ്യാപനം അധികാരത്തിന്റെ ദുർവിനിയോഗത്തെയും മാധ്യമരംഗത്തെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെയും സൂചിപ്പിക്കുന്നു. മാധ്യമങ്ങൾ സമൂഹത്തെ വിമർശിക്കുമെങ്കിലും തങ്ങൾക്ക് നേരെ കണ്ണാടി തിരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന പ്രവേശകത്തിലെ ചിന്തയെ ഈ കഥ ശരിവയ്ക്കുന്നു. വരും തലമുറ മാധ്യമ സാക്ഷരത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ രചന വിരൽ ചൂണ്ടുന്നു. അന്നന്നത്തെ മോക്ഷം. PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ രചിച്ച ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന സമാഹാരത്തിലെ അന്നന്നത്തെ മോക്ഷം എന്ന കവിത സമകാലിക സമൂഹത്തിൽ നവമാധ്യമങ്ങളും മൊബൈൽ ഫോണും മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനത്തെ പരിഹാസരൂപേണ അവതരിപ്പിക്കുന്നു. ആശയം: മാധ്യമങ്ങളുടെ അതിപ്രസരം. ആധുനിക മനുഷ്യൻ തൻ്റെ സമയം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നതിനും തൻ്റെ സ്വകാര്യത പോലും നഷ്ടപ്പെടുത്തി ജീവിതം മറ്റുള്ളവർക്കായി തുറന്നു വയ്ക്കുന്നതുമാണ് കവിതയുടെ പശ്ചാത്തലം. മൊബൈലിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു ആഗ്രഹമായി മാറിയിരിക്കുന്നു. ആറാമത്തെ വിരൽ എന്ന രൂപകം. മൊബൈലിൽ ഒരു തമാശ കാണുമ്പോൾ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി കവി സങ്കല്പിക്കുന്നു. ഇത് ലഭിച്ച വിവരമോ തമാശയോ മറ്റാരെക്കാളും മുൻപേ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ആധുനിക മനുഷ്യൻ്റെ അതിയായ ത്വരയെയും വ്യഗ്രതയെയും സൂചിപ്പിക്കുന്നു. ക്ഷണികമായ മോക്ഷം.
സാധാരണയായി മോക്ഷം എന്നത് ശാശ്വതമായ മുക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ അന്നന്നത്തെ മോക്ഷം എന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന നൈമിഷികവും താൽക്കാലികവുമായ സംതൃപ്തിയെ പരിഹസിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാറുന്ന വ്യക്തിത്വം. ഒരു തമാശ 150 പേർക്ക് പങ്കുവെക്കുന്നതോടെ അയാൾ ഒരു സൃഷ്ടാവായി മാറുന്നു. മറ്റുള്ളവരുടെ ചിരിക്ക് കാരണക്കാരൻ താനാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ ഒരു ഹാസ്യതാരത്തിന്റെ പരിവേഷം അയാൾക്ക് ലഭിക്കുന്നു. ഇതിലൂടെ പകർത്തി അയക്കപ്പെടുന്ന വിവരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നത് കവി ചൂണ്ടിക്കാട്ടുന്നു. മനസ്സിന്റെ ഖജനാവ്. തനിക്ക് ലഭിച്ച അറിവോ തമാശയോ മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചാൽ അത് വളിക്കുകയും പുളിക്കുകയും ചീഞ്ഞു പോവുകയും ചെയ്യുമെന്ന് കവി പറയുന്നു. അതായത് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാത്ത വിവരങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് ആധുനിക മനുഷ്യൻ കരുതുന്നു. ചുരുക്കത്തിൽ വിവരങ്ങളുടെയും വിഭവങ്ങളുടെയും ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വേവലാതിയില്ലാതെ ലൈക്കുകളും ഷെയറുകൾക്കുമായി പരക്കം പായുന്ന വർത്തമാനകാല മനുഷ്യന്റെ അവസ്ഥയെ അങ്ങേയറ്റം പരിഹാസത്തോടെ ഈ കവിത അവതരിപ്പിക്കുന്നു. ഇനി 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 1. വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. ഈ പ്രയോഗത്തിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം. ആധുനിക മനുഷ്യന് നവമാധ്യമങ്ങളോടുള്ള അമിതമായ ആസക്തിയെയും വിവരങ്ങൾ പങ്കുവെക്കാനുള്ള തിടുക്കത്തെയുമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. മൊബൈലിൽ ഒരു തമാശയോ പുതിയ അറിവോ കണ്ടാൽ അത് എത്രയും വേഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രതയാണ് ആറാമതൊരു വിരൽ കൂടി മുളച്ചതായി കവി സങ്കല്പിക്കാൻ കാരണം. തൻ്റെ കയ്യിലുള്ള 5 വിരലുകൾ ആ വാർത്താ വിതരണം ചെയ്യാൻ പോരാതെ വരുന്നു എന്ന ചിന്ത ഡിജിറ്റൽ ലോകത്തെ മനുഷ്യന്റെ അസ്വാഭാവികമായ പരിഭ്രമത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ചോദ്യം 2. അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകം കവിതയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണ്? ഉത്തരം. സാധാരണയായി മോക്ഷം എന്നത് നിത്യതയെയും ജനന മരണങ്ങളിൽ നിന്നുമുള്ള മോചനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കവിതയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെക്കുകയോ സ്റ്റാറ്റസ് ഇടുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന താൽക്കാലികമായ നൈമിഷിക ആനന്ദത്തെയാണ് കവി അന്നന്നത്തെ മോക്ഷം എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ച് ലൈക്കുകളും കമന്റുകളും നേടുമ്പോൾ ലഭിക്കുന്ന ഈ സന്തോഷത്തിന് സ്ഥിരതയില്ല. വർത്തമാനകാല മനുഷ്യൻ ഇത്തരം ചെറിയ ആനന്ദങ്ങൾക്കായി നടത്തുന്ന പരക്കം പാച്ചിലിനെ പരിഹസിക്കാൻ ഈ ശീർഷകം തികച്ചും അനുയോജ്യമാണ്. 3. മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും. കവി ഇപ്രകാരം പറയാൻ കാരണമെന്ത്? ഉത്തരം. നവമാധ്യമങ്ങളുടെ കാലത്ത് വിവരങ്ങൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നത് ആധുനിക മനുഷ്യന് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നതാണ് ഇതിന് കാരണം. തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അതിലൂടെ അംഗീകാരം നേടിയാൽ മാത്രമേ അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നുള്ളൂ. പങ്കുവെക്കപ്പെടാത്ത അറിവുകൾക്കോ തമാശകൾക്കോ ഇന്നത്തെ കാലത്ത് പ്രസക്തിയില്ലെന്നും അവ ഉപയോഗശൂന്യമായി തീരുമെന്നും കവി ഇതിലൂടെ പരിഹസിക്കുന്നു. വാർത്തകൾ വേഗത്തിൽ വിതരണം ചെയ്ത് സ്വയം ഒരു കർത്താവായി മാറാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ചോദ്യം 4. ഒരു തമാശ 150 പേർക്ക് വിതരണം ചെയ്യുന്നതിലൂടെ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ഉത്തരം. ഒരു തമാശ 150 പേർക്ക് പങ്കുവെക്കുന്നതോടെ അയാൾ സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് 150 വായനക്കാരുടെ കർത്താവായി മാറുന്നു. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിലൂടെ 150 സിനിമകളിലെ ഹാസ്യതാരത്തിന്റെ പരിവേഷം അയാൾക്ക് ലഭിക്കുന്നു. താൻ അയച്ച സന്ദേശം 150 വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന ചിന്ത അയാളെ 150 ലോകങ്ങളുടെ ഉടമയാക്കി മാറ്റുന്നു. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയ ഡിജിറ്റൽ ലോകത്തെ അംഗീകാരങ്ങളിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥയാണിത്. അടുത്തത് സവിശേഷമായ ഭാഷാപ്രയോഗങ്ങളും വർണ്ണനകളും. 1. ആറാമത്തെ വിരൽ എന്ന രൂപകം. മൊബൈലിൽ ഒരു തമാശ കാണുമ്പോൾ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി കവി സങ്കല്പിക്കുന്നു. തൻ്റെ കയ്യിലുള്ള 5 വിരലുകൾ ആ വാർത്ത വിതരണം ചെയ്യാൻ പോരാതെ വരുന്നു എന്ന ചിന്ത ഡിജിറ്റൽ ലോകത്തെ മനുഷ്യന്റെ അസ്വാഭാവികമായ പരിഭ്രമത്തെയും വിവരങ്ങൾ എത്രയും വേഗം പങ്കുവെക്കാനുള്ള തിടുക്കത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2. അസ്വാഭാവികമായ വർണ്ണനകൾ. ഒരു തമാശ വായിക്കുമ്പോൾ കവിയിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ എന്നിങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. വാർത്തകൾ കണ്ടാലുടൻ അത് മറ്റുള്ളവർക്ക് അയക്കാനുള്ള ആവേശം മൂലം മനുഷ്യന് ഇരിപ്പുറയ്ക്കാതെ വരുന്ന അവസ്ഥയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. 3. വിവരങ്ങളുടെ ജീർണത. തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ സൂക്ഷിച്ചാൽ അത് വളിക്കും പുളിക്കും ചെയ്യുമെന്ന് കവി പറയുന്നു. ലൈക്കുകളും ഷെയറുകളും ലഭിക്കാത്ത വിവരങ്ങൾ ഉപയോഗശൂന്യമായി തീരുമെന്ന ആധുനിക മനുഷ്യന്റെ ധാരണയാണ് കവി ഇതിലൂടെ പരിഹസിക്കുന്നത്. 4. ഊട്ടുക എന്ന പ്രയോഗത്തിന്റെ സൗന്ദര്യം. തമാശ വിതരണം ചെയ്യുന്നതിനെ 150 പേരെ ഊട്ടുക എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. ഇത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു സന്ദർഭത്തെ, അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ആ സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെടുന്ന വിവരങ്ങൾ ഇന്ന് മനുഷ്യന് അന്നമായി, അതായത് ഭക്ഷണമായി മാറിയിരിക്കുന്നു എന്ന സൂചന ഇതിലൂടെ ലഭിക്കുന്നു. 5. അധികാരബോധത്തിന്റെ വർണ്ണനകൾ.
ഒരു തമാശ പങ്കുവെക്കുന്നതോടെ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ 150 വായനക്കാരുടെ കർത്താവ്, 150 സിനിമകളിലെ ഹാസ്യതാരം, 150 ലോകങ്ങളുടെ ഉടമ എന്നിങ്ങനെ കവി വിശേഷിപ്പിക്കുന്നു. വിവരങ്ങളുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വേവലാതിയില്ലാതെ ഒരു വാർത്ത പങ്കുവെക്കുന്നതിലൂടെ മാത്രം താൻ ഒരു സൃഷ്ടാവും താരമായി മാറിയെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്ന അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. 5. അന്നന്നത്തെ മോക്ഷം. സാധാരണഗതിയിൽ മോക്ഷം എന്നത് ശാശ്വതമായ മുക്തിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്നന്നത്തെ എന്ന വിശേഷണം ചേർത്തതിലൂടെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന താൽക്കാലികമായ ആനന്ദത്തെ കവി പരിഹസിക്കുന്നു. ആധുനിക മനുഷ്യൻ ഇത്തരം നിസ്സാരമായ സന്തോഷങ്ങൾക്കായി നടത്തുന്ന പരക്കം പാച്ചിലിനെ ഈ ശീർഷകം മനോഹരമായി അടയാളപ്പെടുത്തുന്നു. 6. ഇമോജി മുഖം. ഭാഷയോ വാക്കുകളോ അക്ഷരങ്ങളോ ഇല്ലാതെ തന്നെ വിനിമയം സാധ്യമാക്കുന്ന ഇമോജി മുഖം നോക്കുന്നു എന്ന പ്രയോഗം നവമാധ്യമ ലോകത്തെ വിനിമയ രീതിയിലെ മാറ്റത്തെ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, ഉപരിപ്ലവമായ ആനന്ദങ്ങൾക്കായി ഓടുന്ന വർത്തമാനകാലത്തെ മനുഷ്യജീവിതത്തെ കവി ഐറണിയുടെ ആവിഷ്കാര തന്ത്രം ഉപയോഗിച്ച് അതീവ ഹൃദ്യമായി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്ന പുണ്യപ്രവൃത്തിക്ക് പകരം ഒരു മൊബൈൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ അമിതമായ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന ഒരു വിചിത്രമായ ഡിജിറ്റൽ സംസ്കാരത്തെയാണ് ഈ കവിത പ്രതിനിധീകരിക്കുന്നത്. ഇനി ആസ്വാദനക്കുറിപ്പാണ്. നവമാധ്യമങ്ങളും ആധുനിക മനുഷ്യനും. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും മനുഷ്യന്റെ നിത്യജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമേറിയ നിരീക്ഷണമാണ് ഈ കവിത. മൊബൈലിൽ വന്ന ഒരു തമാശ ആസ്വദിക്കുന്നതിനേക്കാൾ ഉപരി അത് എത്രയും വേഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയാണ് കവി ഇവിടെ പരിഹസിക്കുന്നത്. തനിക്ക് ലഭിച്ച അറിവോ തമാശയോ മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഇരുന്നാൽ അത് വളിക്കും പുളിക്കും ചെയ്യുമെന്ന് കവി പറയുന്നത് ഈ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാനാണ്. വിവരങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്തില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി മാറുമെന്ന ആധുനിക മനുഷ്യന്റെ അസ്വസ്ഥതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കവിതയിലെ ബിംബകൽപ്പനകൾ അതീവ ശ്രദ്ധേയമാണ്. മൊബൈലിലെ സന്ദേശം കൈമാറാൻ 5 വിരലുകൾ പോരാതെ വലങ്കയിൽ 6ാമതൊരു വിരൽ കൂടി മുളച്ചതായി കവി സങ്കല്പിക്കുന്നു. സന്ദേശങ്ങൾ വേഗത്തിൽ അയക്കാനുള്ള മനുഷ്യന്റെ തിടുക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന അസ്വാഭാവികമായ ആവേശത്തെയും ഇരിപ്പുറയ്ക്കാത്ത അവസ്ഥയും അടയാളപ്പെടുത്തുന്നു. ഒരു തമാശ 150 പേർക്ക് അയക്കുന്നതോടെ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കവി വിശേഷിപ്പിക്കുന്നത് മനോഹരമായാണ്. അയാൾ 150 വായനക്കാരുടെ കർത്താവായും 150 സിനിമകളിലെ ഹാസ്യതാരമായും 150 ലോകങ്ങളുടെ ഉടമയായി മാറുന്നു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടുക എന്ന പ്രയോഗം ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും നവമാധ്യമങ്ങളിലെ വിവരങ്ങൾ ഇന്ന് മനുഷ്യന് അന്നമായി മാറിയിരിക്കുന്നു എന്ന കൈപ്പേറിയ സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ ലൈക്കുകൾക്കും ഷെയറുകൾക്കുമായി സ്വന്തം ജീവിതം തന്നെ തുറന്നു വയ്ക്കുന്ന മനുഷ്യൻ തൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തി ഒരു ഡിജിറ്റൽ ലോകത്തെ താരമാകാൻ ശ്രമിക്കുകയാണ്. ഇനി ശീർഷകത്തിൻ്റെ പ്രസക്തിയാണ്. അന്നത്തെ മോക്ഷം എന്ന ശീർഷകം അതീവ അർത്ഥവത്താണ്. സാധാരണ മോക്ഷം എന്നത് ശാശ്വതമായ ആനന്ദത്തെ സൂചിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവരങ്ങൾ പങ്കുവെച്ച് ഓരോ ദിവസവും ലഭിക്കുന്ന താൽക്കാലികമായ നൈമിഷിക ആനന്ദത്തെയാണ് കവി ഇവിടെ അന്നത്തെ മോക്ഷം എന്ന് വിളിക്കുന്നത്. ഈ സന്തോഷത്തിന് സ്ഥിരതയില്ലെന്നും അടുത്ത ദിവസത്തെ മോക്ഷത്തിനായി മനുഷ്യൻ വീണ്ടും പരക്കം പായുന്നുവെന്നും കവി പരിഹസിക്കുന്നു. ആധുനിക കവിതയുടെ എല്ലാ സവിശേഷതകളും പുലർത്തുന്ന ഈ രചന ഐറണി എന്ന ആവിഷ്കാര തന്ത്രത്തിലൂടെ വർത്തമാനകാലത്തെ ജീവിതത്തെ വിമർശന വിധേയമാക്കുന്നു. ഭാഷയോ വാക്കുകളോ ഇല്ലാതെ ഇമോജികളിലൂടെ വിനിമയം നടത്തുന്ന പുതിയ കാലത്തെ മനുഷ്യൻ യഥാർത്ഥ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് ഡിജിറ്റൽ ലോകത്തെ ഉത്കണ്ഠങ്ങളിൽ ജീവിക്കുന്നവനായി മാറിയിരിക്കുന്നുവെന്ന തിരിച്ചറിവാണ് ഈ കവിത നൽകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്ന പുണ്യപ്രവൃത്തിക്ക് പകരം ഒരു മൊബൈൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ സ്വർഗപ്രാപ്തി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ പോലെ വിചിത്രമാണ് ഈ അന്നത്തെ മോക്ഷം.